സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാലം വന്നാൽ വഅക ഉമ്മഹു വഅദിനാ സദീഖഹു വഅഖ്സാ അബാ. 15ഓളം ലക്ഷണങ്ങൾ മുത്തുനബി പറയുകയാ. സ്വന്തം മാതാവിനെ പ്രയാസപ്പെടുത്തുന്ന കാലം വന്നു. മാതാവിനെ ശാസിക്കുന്ന മക്കളാ, മാതാവിനെ വെറുപ്പിക്കുന്ന മക്കളാ, നൊന്ത് പ്രസവിച്ച ഉമ്മയെ പ്രയാസപ്പെടുത്തുന്ന മക്കളാ. ഉപ്പയെ അകറ്റി നിർത്തുകയാ. ഉപ്പയ്ക്ക് നൽകേണ്ട ആദരവുകൾ നൽകുന്നില്ല, ഉപ്പയ്ക്ക് എടുക്കേണ്ട ബഹുമാനം കൊടുക്കുന്നില്ല. എത്രയെത്ര ഉപ്പമാരാ പള്ളികളിലും മദ്രസകളിലും ദീനീ സ്ഥാപനങ്ങളിലും സജീവമായ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകള്, കൃത്യമായി നിസ്കരിക്കുന്ന മതബോധത്തിൽ ജീവിക്കുന്ന ആളുകള്. പക്ഷെ അവരെ മക്കൾക്ക് പണമുണ്ടായപ്പോഴ്, സാമ്പത്തിക ശേഷിയുണ്ടായപ്പോഴ്, മക്കളെ ആശ്രയിച്ചുകൊണ്ട് ഉപ്പമാര് കഴിയേണ്ട കാലം വന്നപ്പോഴ് ആ ഉപ്പമാർക്ക് നിലയും വിലയുമില്ലാതെ ഉപ്പയുടെ ആദർശമോ ഉപ്പയുടെ മതബോധമോ ഒന്നും കണക്കിലെടുക്കാതെ അവനവന്റെ കൂട്ടുകാരും ചങ്ങാതികളും പറയുന്നത് പോലെ കല്യാണങ്ങൾ നടത്തുന്നു, വീടുകൾ ഫംഗ്ഷനുകൾ നടത്തുന്നു, മഞ്ഞ കല്യാണം നടത്തുന്നു, ലഹരി ഉപയോഗിക്കുന്നു, എല്ലാ തോന്നിവാസങ്ങളും നടത്തുന്നു. ഉപ്പാക്ക് സ്വാധീനമില്ല, ഉമ്മയ്ക്ക് സ്വാധീനമില്ല, കാരണവന്മാർക്ക് സ്വാധീനമില്ല. അവർക്ക് അവരെ കൂട്ടുകാരുടെ ആശയങ്ങളും കൂട്ടുകാരെ നിർദ്ദേശിക്കുന്നതും കൂട്ടുകാരുടെ ഇഷ്ടങ്ങളുമാണ് ഏറ്റവും വലുത്. ഈ രൂപത്തിലുള്ള മക്കള് നമ്മുടെ നാട്ടിൽ വളർന്നു വന്നാൽ മാത്രമല്ല ദീനിന്റേതല്ലാത്ത ദീനിന് വേണ്ടിയല്ലാതെ അറിവ് പഠിക്കുന്ന കാലം വന്നാൽ ഭൗതികമായ അറിവ് മാത്രമല്ല, ആത്മീയമായി പഠിക്കുന്ന അറിവ് പോലും, വിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കുന്നത് പോലും, ശർഈയായ ഇൽമ് പഠിക്കുന്നത് പോലും ഭൗതികമായ നേട്ടത്തിന് വേണ്ടിയായാൽ ഗൾഫിലും വിദേശ നാടുകളിലും ഏറ്റവും സാലറികളുള്ള ജോലി കിട്ടുമെന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട്, അല്ലെങ്കിൽ മറ്റ് ഭൗതികമായ കാര്യലാഭങ്ങൾക്ക് വേണ്ടി ശർഈന്റെ ഇൽമ് വരെ പഠിക്കുന്ന കാലം വന്നാൽ ഇബാദത്തിന് വേണ്ടിയല്ല, റബ്ബിനറിയാൻ വേണ്ടിയല്ല, തങ്ങളറിയാൻ വേണ്ടിയല്ല, അവനവന്റെ കൽബ് നന്നാക്കാൻ വേണ്ടിയല്ല, അവനവന്റെ ഖബറിലേക്ക് വേണ്ടിയല്ല, മറിച്ച് ഭൗതിക താല്പര്യങ്ങളിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് അറിവ് പഠിക്കുന്ന കാലം വന്നാൽ തീർന്നില്ല. വലഹറത്തിൽ ഖൈനാത്ത്, രാഗം പാടി വിളിക്കുന്ന പെൺകുട്ടികള്, സുബ്ഹാനല്ലാഹ്, 1, 2, 3 ദിവസങ്ങളിലായി ലക്ഷങ്ങൾ പൊടിപൊട്ടിക്കുന്ന കല്യാണങ്ങളില് അതാ വരനും വധുവും കൂടിയിട്ട് ആയിരക്കണക്കിന് ആളുകളെ മുൻപിൽ വെച്ച് ക്യാമറക്ക് പോസ് ചെയ്തിട്ട് സ്റ്റേജിൽ കയറിയിട്ട് അർദ്ധനഗ്നയായ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ, ഹാജിയാരുടെ മകളെ, അല്ലെങ്കിൽ നല്ല ഉസ്താദുമാരെ മകളെ, എന്തിനേറെ പള്ളിക്കും മദ്രസയ്ക്കും ദീനീ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ആളുകളുടെ മക്കള് പോലും കല്യാണം നടത്തുമ്പോൾ തന്റെ ഭാര്യയെ സ്റ്റേജിൽ കയറ്റിയിട്ട് അതാ കൈ പിടിച്ചുകൊണ്ട് ആളുകൾക്ക് മുമ്പിൽ വട്ടം കറക്കിയിട്ട് നൃത്തം ചെയ്യുന്ന കാലം വന്നാൽ, തന്റെ ബോയ്സ് ഫ്രണ്ടുകളെ കൈകൊടുത്ത് സ്വീകരിക്കുന്ന പെൺകുട്ടികൾ വന്നാൽ, അല്ലാ, ആണും പെണ്ണും കൂടിക്കലരുന്നതിൽ ആർക്കും യാതൊരു എതിർപ്പുമില്ല, ആരും അതിനെ കുറിച്ച് പറയുന്നില്ല. കാരണന്മാർക്ക് അതിന്
കുറിച്ച് പറയാൻ വോയിസുകളില്ല, ഉപ്പാക്ക് പറയാൻ വോയിസുകളില്ല, നേതാക്കൾക്ക് പറയാൻ വോയിസുകളില്ല, ഖത്തീബിന് പറയാൻ വോയിസുകളില്ല. ആ രൂപത്തിൽ കൈനാത്തുകൾ വെളിവായി കഴിഞ്ഞാൽ വൽ മആസിഫു, അതുപോലെ തന്നെ വാദ്യോപകരണങ്ങളാ, എല്ലായിടത്തും വാദ്യോപകരണങ്ങളാ, പള്ളികളിൽ പോലും വാദ്യോപകരണങ്ങളാ, എല്ലാ സ്റ്റേജിലും വാദ്യോപകരണങ്ങളാ. ആ രൂപത്തിൽ വാദ്യോപകരണങ്ങളിൽ ലോകത്ത് സജീവമായിട്ട് പ്രകടമായി കഴിഞ്ഞാൽ ഹബീബ് പറയുന്നു വശുരിബത്തിൽ ഖുമൂർ, അതേ ലഹരി യഥേഷ്ടം ഉപയോഗിക്കുന്ന കാലം വന്നു. ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഹബീബായ തങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയും, വിശുദ്ധ ഖുർആൻ വിരോധിച്ചിരിക്കുന്ന കള്ള് അത് വിഷത്തിന്റെ കള്ളല്ല, മുന്തിരിയുടെയും ഈത്തപ്പഴത്തിന്റെയും പ്യൂറായ കള്ളായിരുന്നു. ആ കള്ളിൽ ഒരുപാട് മൻഫഅത്തുകൾ ഉണ്ടായിരുന്നു, ആരോഗ്യപരമായ നേട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതാ يسألونك عن الخمر والميسر قل فيهما إثم كبير ومنافع للناس. അതിൽ മനുഷ്യർക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായിരുന്നു. അതേ അങ്ങനത്തെ കള്ളാണ്, അത് നിഷിദ്ധമാകുന്നു ഖുർആൻ പറഞ്ഞത്. കുടിക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞത്, ഉപയോഗിക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞത്. അതേ സമയത്ത് ഇന്നത്തെ കള്ളും ഇന്നത്തെ ലഹരിയും ഇന്നത്തെ മറ്റുള്ള വസ്തുക്കളും നിങ്ങൾ വിഷലിപ്തമല്ലയോ? അത് ശരീരത്തിന് ഹാനികരമല്ലയോ? MDMA പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാൽ മനുഷ്യൻ മരിക്കുകയല്ലേ, മനുഷ്യൻ നശിക്കുകയല്ലേ, മനുഷ്യൻ തകരുകയല്ലേ? അങ്ങനത്തെ കള്ളുകളും ലഹരി വസ്തുക്കളും യഥേഷ്ടം ഉപയോഗിക്കുന്ന കാലം വന്നാൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിന്റെയും ഏറ്റവും കൂടുതൽ ലഹരിയുടെയും ഉപഭോക്താക്കളായിട്ട് ഈ സമുദായത്തിൽ പിറന്ന മക്കള് വളർന്നു തുടങ്ങിയാൽ, അതേ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികൾ വരെ ലഹരിയുടെയും ലഹരി വസ്തുക്കളുടെയും കാരിയറുകളും കച്ചവടക്കാരുമായി മാറുന്ന കാലം വന്നാൽ, മാത്രമല്ല വ്യഭിചാരം വർദ്ധിച്ചാൽ ആർക്കാ തടസ്സമുള്ളത്? ആരാണരുതെന്ന് പറയുന്നത്? ഞാൻ ഓർക്കുകയാ, ഈ 2025 നദാനവത്സരത്തിന്റെ പുതുമയില് അന്നത്തെ രാത്രി 10-12 മണിയാകുമ്പോൾ, ഒന്നാമത്തെ ന്യൂ ഇയറിന്റെ രാത്രിയില് ഒരു 12 ചെറുക്കന്മാര്, 10-14 വയസ്സുള്ള 16 വയസ്സുള്ള, ഒന്ന് 14 മറ്റേത് 16 വയസ്സുള്ള 2 ചെക്കന്മാര് കൂടിയിട്ടൊരു പെൺകുട്ടിയെ കുറ്റിക്കാട്ടിലേക്ക് വലിച്ചോണ്ട് പോവുകയാ. വലിച്ചോണ്ട് പോകുന്ന സമയത്ത് ഇത് കണ്ടു നിൽക്കുന്ന 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, എങ്ങോട്ടാ നിങ്ങൾ കൊണ്ടുപോകുന്നത്? ഈ കുട്ടിയെ എങ്ങോട്ടാ നിങ്ങൾ രാത്രിയിൽ കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചതിന് മറുപടി പറഞ്ഞത്, ഊരിപ്പിടിച്ച കടാര കൊണ്ട് 18ഓളം കുത്തുകൾ കുത്തി ആ മനുഷ്യൻ അവിടെ കിടന്ന് മരിക്കുകയാ. കേരളത്തിൽ നടന്ന സംഭവമാ. ഈ രൂപത്തിലാ വ്യഭിചാരങ്ങളും തോന്നിവാസങ്ങളും നമുക്കിടയിൽ നടമാടുന്നത്. ഇങ്ങനത്തെ കാലം വന്നാൽ നിങ്ങൾ ശക്തമായിരിക്കുന്ന ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലുകളും കോലം മറിക്കലുകളും പ്രകൃതി ദുരന്തങ്ങളും തുടരെയായി നിങ്ങൾ പ്രതീക്ഷിക്കുക. വേറെയൊന്നും നിങ്ങളെ കാത്തിരിക്കേണ്ടതില്ല, വേറെയൊന്നും ഇനി സംഭവിക്കാനില്ല. ഇതേ നിങ്ങൾക്ക് വരാനുള്ളൂ. വിശുദ്ധ ഖുർആൻ മുഹമ്മദുർ റസൂലുള്ളാഹ്